പ്രവാസ ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഈ ആഴ്ചത്തെ ലക്കം ആരംഭിക്കുന്നു. സ്വാഗതം. ഗൾഫ് ന്യൂസ് വീക്കിൽ ആദ്യം ഗൾഫ് ന്യൂസ് വീക്ക് സ്പെഷ്യൽ. ദുബായിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിൻ്റെ ഭാഗമായി 70 പാർക്കുകൾ കൂടി തുറന്നു. താമസ കേന്ദ്രങ്ങളോടനുബന്ധിച്ചുള്ള പാർക്കുകൾ, പോണ്ട് പാർക്കുകൾ എന്നിവയും തുറന്നു. കോവിഡ് നിയന്ത്രണ നടപടികളുടെ ഭാഗമായി മാർച്ച് 15-നാണ് പാർക്കുകൾ അടച്ചത്. വന്ദേ ഭാരത് മിഷൻ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള ആദ്യ വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസ് IX-434 ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ 2-ൽ നിന്ന് ഇന്നുച്ചയ്ക്ക് കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. 75 ഗർഭിണികളാണ് ദുബായിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ആദ്യ വിമാനത്തിൽ യാത്രയായത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ചികിത്സ നൽകാനായി ഡോക്ടർമാരും നഴ്സുമാരും വിമാനത്തിലുണ്ട്. ചികിത്സ ആവശ്യമുള്ള 35 പേരും മുതിർന്ന പൗരന്മാരും വിമാനത്തിൽ ഇടം കിട്ടി. പ്രിയപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾക്കായി യാത്രയായവരുമുണ്ട്. ഭാര്യ മരിച്ച പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി വിജയകുമാറും അതിൽപ്പെടും. അന്ത്യകർമ്മങ്ങൾ നടത്താനായി മൃതദേഹം ദിവസങ്ങളായി ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 181 യാത്രക്കാരാണ് IX-434 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഉള്ളത്. റാപ്പിഡ് ടെസ്റ്റ് നടത്തി കൊറോണ വൈറസ് ബാധയില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് യാത്രാനുമതി നൽകിയത്. കോവിഡ് കാലത്ത് വലിയ സ്ക്രീനിൽ കാറിലിരുന്ന് സിനിമ കാണാനുള്ള സംവിധാനം ദുബായിൽ ഒരുങ്ങി. വോക്സ് സിനിമാസ് എമിറേറ്റ് മാളിൻ്റെ റൂഫ് ടോപ്പ് പാർക്കിംഗ് ആണ് വൻ സിനിമാ തിയേറ്ററാക്കി മാറ്റിയത്. ഒരേ സമയം 75 കാറുകൾ പാർക്ക് ചെയ്ത് അതിൽ 2 പേർ വീതം ഇരുന്ന് സിനിമ കാണാനാകും. ദുബായിൽ കോവിഡ് കാലത്ത് കാറിലിരുന്ന് വലിയ സ്ക്രീനിൽ സിനിമ കാണാനുള്ള സംവിധാനം ഒരുങ്ങി. എമിറേറ്റ്സ് മാളിന്റെ റൂഫ് ടോപ്പിൽ പാർക്കിംഗ് സ്ഥലമാണ് വൻ തിയേറ്ററാക്കി മാറ്റിയത്. 75 കാറുകൾ പാർക്ക് ചെയ്ത് അതിൽ 2 പേരിരുന്ന് വലിയ സ്ക്രീനിൽ സിനിമ കാണാം. നാളെ മുതൽ ഇത് ആരംഭിക്കും. രാത്രി 7:30-നാണ് ഷോ. 150 ദിർഹവും വാറ്റുമാണ് തുക. പോപ്കോൺ, സോഫ്റ്റ് ഡ്രിങ്ക്, കുടിവെള്ളം ഇവ ഇതിനൊപ്പം ലഭിക്കും. 60 വയസ്സ് കഴിഞ്ഞവരും 12 വയസ്സ് തികയാത്തവരെയും മാളിൽ പ്രവേശിപ്പിക്കില്ല. വോക്സിന്റെ വെബ്സൈറ്റിലും ആപ്പിലും ടിക്കറ്റ് ലഭിക്കും. ഇതിന്റെ QR കോഡ് കവാടത്തിൽ സ്കാൻ ചെയ്ത് റൂഫ് ടോപ്പിലേക്ക് പ്രവേശിക്കാം. പ്രദർശനത്തിലൂടെ ലഭിക്കുന്ന തുക 1 കോടി ഭക്ഷണപ്പൊതി പദ്ധതിക്ക് നൽകും. മാജിദ് അൽഫുത്തയും ജീവനക്കാരും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കുമെന്നും കുടുംബത്തോടൊപ്പം സിനിമ കാണാൻ ഇങ്ങനെ അവസരമൊരുക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും CEO കാമറൂൺ മിച്ചൽ അറിയിച്ചു. ജോലിയും ശമ്പളവുമില്ലാതെ ദുരിതത്തിലായ തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സൗജന്യ ടിക്കറ്റ് നൽകുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് സൗദിയിൽ നിന്നും അർഹരായ 25 പേർക്ക് സൗജന്യ ടിക്കറ്റ് നൽകുന്നതെന്ന് BPL കാർഗോ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് അൽ മുബാറക് പറഞ്ഞു. BPL കാർഗോ കമ്മ്യൂണിറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് ടിക്കറ്റ് വിതരണം ചെയ്യുന്നത്. വിവിധ പ്രവാസി സംഘടനകളും സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്വദേശത്തേക്ക് തിരിച്ചു പോകുന്ന അർഹരായവരെ കണ്ടെത്തി 25 ടിക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. ഇതിനായി റിയാദിൽ OICC സെൻട്രൽ കമ്മിറ്റി, KMCC സെൻട്രൽ കമ്മിറ്റി, ദമാമിലെ നവോദയ തുടങ്ങിയ സംഘടനകളുമായി സഹകരിക്കും. ജോലി നഷ്ടപ്പെട്ടവർ, ജയിൽ മോചിതരായി നാട്ടിലേക്ക് മടങ്ങേണ്ടവർ തുടങ്ങി നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരെ ഇവർ മുഖേന കണ്ടെത്തും. കാർഗോ ഫോർവേഡിംഗ് രംഗത്തുള്ള BPL സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അതീവ ശ്രദ്ധയാണ് പുലർത്തുന്നത്. കഴിഞ്ഞകാല പദ്ധതികൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൗജന്യ ടിക്കറ്റിന് അർഹരായവരെ കണ്ടെത്തുന്നതിനാണ് പൊതുജനങ്ങളെ അറിയിക്കുന്നതെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ BPL എന്നും മുന്നിൽ ഉണ്ടാവുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. വിർച്വൽ വാർത്താസമ്മേളനത്തിൽ BPL പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് അൽ മുബാറക്, കൺട്രി മാനേജർ ജോൺ വർഗീസ്, സെൻട്രൽ മാനേജർ മുഹമ്മദ് സൂഫിയാൻ എന്നിവർ പങ്കെടുത്തു. കോവിഡ്-19 തുടർന്നുണ്ടായ ലോക്ക്ഡൌണിൽ ദുബായിൽ നേരിയ ഇളവ്. പൊതുയിടങ്ങളിലെ പാർക്കുകൾ നിബന്ധനകളോടെ തുറക്കും. ദുബായ് ഫെറി, വാട്ടർ ടാക്സി, അബ്ര എന്നിവയും ജലഗതാഗതം പുനരാരംഭിച്ചു. റമദാൻ മാസം കഴിഞ്ഞാൽ മാളുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഇളവുകൾ അനുവദിക്കും. ദുബായിൽ ട്രാം ഓടിത്തുടങ്ങി. ദുബായ് ഫെറി, വാട്ടർ ടാക്സി, അബ്ര എന്നിവയും ഗതാഗതം പുനരാരംഭിച്ചു. കർശന സുരക്ഷാ നിയന്ത്രണങ്ങളോടെയാണ് പുനരാരംഭിച്ചത്. ദുബായിലെ പൊതുയിടങ്ങളിലെ പാർക്കുകൾ നിബന്ധനകളോടെ തുറക്കും. 5-ൽ താഴെ ആളുകൾ മാത്രമേ കൂട്ടം കൂടി ഇരിക്കാൻ പാടുള്ളൂ. വ്യായാമത്തിനും മറ്റ് പരിശീലന കാര്യങ്ങൾക്കും പൊതുയിടങ്ങളിൽ ഒരേ സമയം 5 പേരെ അനുവദിക്കൂ. സൈക്ലിംഗ്, വാട്ടർ സ്പോർട്സ്, സ്കൈ ഡൈവിംഗ് എന്നിവയ്ക്കും ഇതേ ഉപാധി ബാധകമാണ്. റമദാൻ മാസം കഴിഞ്ഞാൽ മാളുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഇളവുകൾ അനുവദിക്കും. മാളുകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റി വാങ്ങുന്നതും വസ്ത്രങ്ങൾ പാകമാണോ എന്ന് ധരിച്ചു നോക്കുന്നതും അനുമതി നൽകിയിട്ടുണ്ട്. നേരത്തെ ഇതിനൊന്നും അനുമതി ഉണ്ടായിരുന്നില്ല.
കർശന സുരക്ഷാ മുൻകരുതൽ എടുത്ത ശേഷമേ ഉപഭോക്താക്കൾക്ക് കടയുടമകൾ ഇതിന് അനുമതി നൽകാൻ പാടുള്ളൂ എന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഓൺലൈൻ. ഇന്ത്യയിലേക്ക് മടങ്ങാൻ താൽപ്പര്യപ്പെടുന്നവരുടെ വിവരശേഖരണത്തിനായി തുടങ്ങിയ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉടൻ അവസാനിപ്പിക്കും. ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയിലേക്ക് മടങ്ങാൻ താൽപ്പര്യപ്പെടുന്നവരുടെ വിവരശേഖരണത്തിനായി തുടങ്ങിയ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉടൻ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ എംബസി. നാട്ടിലേക്ക് അടിയന്തരമായി പോകേണ്ട ഇനിയും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ഉടനെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനും നിർദ്ദേശം. ഇന്ത്യൻ എംബസി ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഓരോ വിമാനം പുറപ്പെടുന്നതിന് മുമ്പായി എല്ലാ യാത്രക്കാരുടെയും പട്ടികയ്ക്ക് ഖത്തരി അധികൃതരുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ തുടരുന്നത് മുൻഗണനാ പട്ടിക അന്തിമമാക്കുന്നതിലും സമയബന്ധിതമായി അംഗീകാരം നേടുന്നതിനും ബുദ്ധിമുട്ടാകുന്ന സാഹചര്യത്തിലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിപ്പിക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങുന്നതിൽ ഉറപ്പില്ലാത്തവർ രജിസ്റ്റർ ചെയ്യരുതെന്ന് എംബസി നിർദ്ദേശിച്ചു. നാട്ടിലേക്ക് മടങ്ങാനായി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ടിക്കറ്റിനായി വിളിക്കുമ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ താൽപ്പര്യമില്ലെന്നാണ് പലരും മറുപടി നൽകുന്നത്. ഇത്തരം മറുപടികൾ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുന്നത്. പട്ടികയിൽ ഉൾപ്പെട്ട ശേഷം താൽപ്പര്യമില്ലായ്മ അറിയിക്കുന്നതിലൂടെ അർഹരായ മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് പട്ടികയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇന്ത്യയിലേക്ക് അടിയന്തരമായി മടങ്ങണമെന്ന് ഉറപ്പുള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി എന്നും എംബസി നിർദ്ദേശിച്ചു. കോവിഡ് ജാഗ്രതയിൽ അടച്ച ഓഫീസുകളും ഷോപ്പുകളും തുറക്കുന്നതിന്റെ ഭാഗമായി അബുദാബി സാമ്പത്തിക വികസന വിഭാഗം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. കോവിഡ് ജാഗ്രതയിൽ അടച്ച ഓഫീസുകളും ഷോപ്പുകളും തുറക്കുന്നതിന്റെ ഭാഗമായി അബുദാബി സാമ്പത്തിക വികസന വിഭാഗം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. 18 വയസ്സിനും 55നും ഇടയിൽ പ്രായമുള്ളവർക്ക് ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്നതിൽ വിരോധമില്ല. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. ഈ ഗണത്തിൽപ്പെടുന്നവർ രോഗബാധിതരല്ലാത്തവരും തനിച്ച് കഴിയുന്നവരുമായിരിക്കണം. 55 അതിനു മുകളിലും പ്രായമുള്ളവർ, ഗർഭിണികൾ, മറ്റേതെങ്കിലും ഗുരുതര രോഗമുള്ളവർ എന്നീ വിഭാഗക്കാർ ജോലിക്ക് ഹാജരാകാൻ പാടില്ല. സാംക്രമിക രോഗമുള്ളവരോടൊപ്പം താമസിക്കുന്നവരും ജോലിക്ക് ഹാജരാകാൻ പാടില്ല. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം. എന്നാൽ നിർമ്മാണ ഉൽപാദന മേഖലകളിൽ ഇത് ബാധകമല്ല. സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾ ഉള്ളവർ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതിയാകുമെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് മെട്രോ എലിവേറ്ററുകളിൽ 2 പേരെ മാത്രമേ അനുവദിക്കൂ എന്ന് RTA. സ്റ്റേഷനകത്തോ പുറത്തോ ട്രെയിനുകളിലോ ആൾക്കൂട്ടം അനുവദിക്കില്ല. യാത്രക്കാർ സുരക്ഷാ അകലം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നിരീക്ഷണം ശക്തമാക്കും. ദുബായ് മെട്രോയുടെ എലിവേറ്ററുകളിൽ 2 പേരെ മാത്രമേ അനുവദിക്കൂ എന്ന് RTA അറിയിച്ചു. സ്റ്റേഷന് അകത്തോ പുറത്തോ ട്രെയിനുകളിലോ ആൾക്കൂട്ടം അനുവദിക്കില്ല. യാത്രക്കാർ അകലം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണം ശക്തമാക്കും. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. അകലം ഉറപ്പാക്കാൻ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിൽ മാത്രം നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും അണുയുക്തമാക്കുന്ന നടപടികളും തുടരും. ഓരോ ട്രിപ്പിനു ശേഷവും ട്രെയിനുകളുടെ അകവും പുറവും വൃത്തിയാക്കുകയും അണുനാശിനി പ്രയോഗം നടത്തുകയും ചെയ്യും. ബസ്സുകൾ, ടാക്സികൾ, ജലയാനങ്ങൾ എന്നിവയും അണുയുക്തമാക്കുന്നുണ്ട്. ഇതിനായി 1000 ജീവനക്കാരെ RTA ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാസ ലോകത്തെ ബിസിനസ് വാർത്തകളുമായി ബിസിനസ് ഗൾഫ്. UAE-യിൽ മൂല്യവർദ്ധിത നികുതി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്ന് സാമ്പത്തിക മന്ത്രാലയ അണ്ടർ സെക്രട്ടറി യൂനിസ് അൽ-ഖൂരി അറിയിച്ചു. UAE-യിൽ നിലവിലുള്ള അടിസ്ഥാന നികുതി മാത്രമാണ് ഈ മഹാമാരി കാലത്തും ഈടാക്കുക. ജൂൺ മുതൽ UAE എണ്ണ ഉൽപ്പാദനം കുറയ്ക്കും. പ്രതിദിനം എണ്ണ ഉൽപ്പാദനത്തിൽ 1 ലക്ഷം ബാരൽ കുറവ് വരുത്താനാണ് തീരുമാനം. UAE-യിൽ മൂല്യവർദ്ധിത നികുതി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്ന് സാമ്പത്തിക മന്ത്രാലയ അണ്ടർ സെക്രട്ടറി യൂനിസ് അൽ-ഖൂരി അറിയിച്ചു. സൗദി അറേബ്യ നികുതി കൂട്ടാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. UAE-യിലും സൗദിയിലും 5% വാറ്റ് ഇനത്തിൽ ഈടാക്കുന്നത്. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ സൗദി ജൂലൈ മുതൽ വാറ്റിൽ 10% വർധനവ് വരുത്തിയിരുന്നു. മൂല്യവർദ്ധിത നികുതി 15% ഉയർത്തുമെന്നും അറിയിച്ചിരുന്നു. UAE-യിൽ നിലവിലുള്ള അടിസ്ഥാന നികുതി മാത്രമാണ് ഈ മഹാമാരിയുടെ കാലത്തും ഈടാക്കുക എന്ന് അറിയിപ്പ് ജനങ്ങൾക്കേറെ ആശ്വാസം പകരുന്നതാണ്. മുഖ്യ വരുമാന മാർഗമായ എണ്ണയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞതും തിരിച്ചടിയായി. ജൂൺ മുതൽ UAE എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുന്നു. പ്രതിദിന എണ്ണ ഉൽപ്പാദനത്തിൽ
1,00,000 ബാരൽ കുറവ് വരുത്താനാണ് തീരുമാനമെന്ന് ഊർജ വ്യവസായ മന്ത്രി സുഹൈൽ ബിൻ മുഹമ്മദ് ഫറജ് ഫാരിസ് അൽ മൻസൂരി പറഞ്ഞു. ഒപെക്സ് പ്ലസ് ധാരണ പ്രകാരം ഏപ്രിലിൽ പ്രതിദിനം 40 ലക്ഷം ബാരൽ എണ്ണയാണ് UAE ഉൽപ്പാദിപ്പിച്ചത്. ലോക എണ്ണ വിപണി പുനഃക്രമീകരണത്തിനു വേണ്ടിയാണ് വീണ്ടും ഉൽപ്പാദനം കുറക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു. COVID-19 വൈറസ് പ്രതിരോധം മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിലവിലെ മൂല്യവർദ്ധിത നികുതി 15% ഉയർത്താൻ സൗദി ധനമന്ത്രാലയം തീരുമാനിച്ചു. ഈ വരുന്ന ജൂലൈ മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിയമം രാജ്യത്തെ ആരോഗ്യ ഉൽപ്പാദന മേഖലകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ലോകത്താകമാനം COVID-19 മൂലം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി സൗദിയെയും ബാധിച്ചതായി റിപ്പോർട്ട്. എണ്ണ വരുമാനത്തിലുണ്ടായ ഇടിവിനെ തുടർന്ന് രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് സൗദി ധന ആസൂത്രണ ചുമതല കൂടിയുള്ള മന്ത്രി മുഹമ്മദ് അബ്ദുള്ള അൽ ജദാൻ അറിയിച്ചു. ഇവ കണക്കിലെടുത്ത് വസ്തുക്കൾക്കും സേവനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന 5% മൂല്യവർദ്ധിത നികുതി 15% വർദ്ധിപ്പിച്ചതായി മന്ത്രി വ്യക്തമാക്കി. പുതിയ നിയമം ജൂലൈ മുതൽക്കാണ് പ്രാബല്യത്തിൽ വരിക. 3 തരം ഷോക്കുകളാണ് സൗദി സാമ്പത്തിക മേഖലയ്ക്ക് കൊറോണ വരുത്തിവെച്ചത്. 1. അപ്രതീക്ഷിതമായി എണ്ണ വരുമാനത്തിലുണ്ടായ കാര്യമായ ഇടിവ്. 2. COVID-19 പടരാതിരിക്കാൻ ഏർപ്പെടുത്തിയ കർഫ്യൂ പോലുള്ള നിയന്ത്രണങ്ങൾ മൂലം സാമ്പത്തിക ഉൽപാദന മേഖലയിലുണ്ടായ ഇടിവ്. 3. രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതൽ, ചികിത്സാ ചെലവ് തുടങ്ങിയവയ്ക്ക് വേണ്ടി പണം കണ്ടെത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് സാമ്പത്തിക രംഗത്തുണ്ടായ തളർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. നികുതി വർധനവ് കൂടാതെ പല അലവൻസുകളും ജൂലൈ മുതൽ 2020 അവസാനം വരെ വെട്ടിച്ചുരുക്കാനും റദ്ദ് ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച വൻകിട പദ്ധതികൾ നിർത്തിവെക്കുകയും പണം ചിലവഴിക്കുന്നതിന് നിരീക്ഷണവും നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിവിൽ സർവീസ് നിയമത്തിൽ ഉൾപ്പെടാത്ത എല്ലാ ജീവനക്കാരുടെയും ധനവിക്രയത്തെക്കുറിച്ച് പഠിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊറോണ സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ രാജ്യം വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമെന്നതിനാലാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ സ്വദേശികളുടെയും വിദേശികളുടെയും ജീവൻ വിലപ്പെട്ടതാണെന്നും ഇക്കാരണത്താൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മേലുള്ള അധിക നികുതി രാജ്യത്ത് ജീവിത ചെലവ് ഉയരാൻ ഇടയാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഗൾഫ് ന്യൂസ് വീക്കിൽ അടുത്തത് ഗൾഫ് വോയിസ്. UAEയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമം നേരിടുന്നു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ അബുദാബി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു. ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഊഹാപോഹങ്ങൾക്കെതിരെ അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഭക്ഷ്യവിതരണം, ഗുണനിലവാരം, പോഷകക്കുറവ് തുടങ്ങിയവയുമായി ബന്ധപ്പെടുത്തി ചില ഉൽപ്പന്നങ്ങളുടെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റും നടത്തുന്ന ഊഹാപോഹങ്ങൾ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. വിതരണക്കാർ തമ്മിലുള്ള മത്സരമാണ് പലപ്പോഴും ഇത്തരം പ്രചാരണങ്ങൾക്ക് കാരണം. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ രംഗത്തും സാമ്പത്തിക മേഖലയിലും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഏതൊരു ഉൽപ്പന്നത്തെക്കുറിച്ചും പരാതികളുണ്ടെങ്കിൽ 800-585 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം. ഇത്തരം പ്രചാരണങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം എത്തിക്കുകയും ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള പ്രവണതയുണ്ടാക്കുകയും ചെയ്യും. ഇത് ഭക്ഷ്യവിപണി കേന്ദ്രങ്ങളിൽ അനാവശ്യ തിരക്ക് സൃഷ്ടിക്കുകയും വൈറസിനെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കാനും ഇടയാക്കും. UAEയിലെ ഭക്ഷ്യരംഗം ശക്തമായ നിലയിൽ തന്നെയാണ് തുടരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായി പ്രത്യേക ചാർട്ടേഡ് വിമാനം അനുവദിക്കണമെന്ന ആവശ്യവുമായി ഖത്തർ KMCC രംഗത്ത്. പ്രത്യേക വിമാനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പൂരി, ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ P കുമരൻ എന്നിവർക്കും പിന്തുണ ആവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കത്തയച്ചതായി ഖത്തർ KMCC സംസ്ഥാന കമ്മിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. അനുമതി കിട്ടിയാലുടൻ ഖത്തറിൽ നിന്ന് കേരളത്തിലെ 4 എയർപോർട്ടുകളിലേക്കും ചാർട്ടേഡ് വിമാനങ്ങൾ അയക്കാൻ തയ്യാറാണെന്ന് ഖത്തർ KMCC ഒരു അറിയിപ്പിൽ പറഞ്ഞു. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എയർപോർട്ടുകളിലേക്ക് പ്രത്യേക വിമാനം ഇറങ്ങാൻ അനുമതിക്കായി കാത്തിരിക്കുകയാണ്.
കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഖത്തറിൽ കുടുങ്ങിയ കേരളീയരെ നാട്ടിലെത്തിക്കുന്നതിന് പ്രത്യേക ചാർട്ടർ വിമാനങ്ങൾ ഇറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് KMCC ഖത്തർ കമ്മിറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ P. കുമരൻ എന്നിവർക്ക് അപേക്ഷ അയച്ച് അനുമതിക്കായി തങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അറിയിപ്പിൽ പറയുന്നു. വിവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവർ, ചികിത്സ മുടങ്ങിയവർ, ഗർഭിണികൾ, തൊഴിൽ നഷ്ടപ്പെട്ട് റൂമും ഭക്ഷണവും ഇല്ലാത്തവർ, പ്രായാധിക്യമുള്ളവർ, സന്ദർശക വിസയിലെത്തി ഖത്തറിൽ കുടുങ്ങിപ്പോയവർ തുടങ്ങി ആയിരങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്ത 40,000-ത്തിലധികം ആളുകളെ കൊണ്ടുപോകാൻ നാമമാത്രമായ വിമാന സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് പരിപാടിയിലൂടെ മാസങ്ങൾ വേണ്ടിവരുമെന്ന് ഖത്തർ KMCC അറിയിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ചാർട്ടേഡ് വിമാന സർവീസ് ഏർപ്പെടുത്താൻ KMCC ശ്രമിക്കുന്നത്. പ്രത്യേക ചാർട്ടർ വിമാനത്തിന് അനുമതി ലഭിച്ചാൽ മിതമായ നിരക്കിൽ ആളുകളെ നാട്ടിലെത്തിക്കാൻ KMCC സജ്ജമാണെന്നും അറിയിപ്പിൽ പറയുന്നു. നേരത്തെ KMCC ഖത്തർ കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് PK കുഞ്ഞാലിക്കുട്ടി MP ഖത്തറിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിനും മറ്റ് അധികൃതർക്കും കത്തുകൾ അയച്ചിരുന്നു. പ്രവാസ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് സ്കെച്ചസ്. COVID-19 കണ്ടെത്തുന്നതിൽ കൃത്യത കുറവായതിനാൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നത് ദുബായ് ഹെൽത്ത് അതോറിറ്റി നിർത്തലാക്കി. 30% മാത്രമാണ് റാപ്പിഡ് ടെസ്റ്റിന്റെ കൃത്യതയെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നതായി ദുബായ് ഹെൽത്ത് അതോറിറ്റി ചൂണ്ടിക്കാട്ടി. COVID-19 കണ്ടെത്തുന്നതിൽ കൃത്യത കുറവായതിനാൽ ദുബായിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നത് ദുബായ് ഹെൽത്ത് അതോറിറ്റി നിർത്തലാക്കി. 30% മാത്രമാണ് റാപ്പിഡ് ടെസ്റ്റിന്റെ കൃത്യതയെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നതായി ദുബായ് ഹെൽത്ത് അതോറിറ്റി ചൂണ്ടിക്കാട്ടി. സ്വകാര്യ ആശുപത്രികളോട് റാപ്പിഡ് ടെസ്റ്റുകൾ നടത്തരുതെന്നും ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളോട് റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ വിൽക്കരുതെന്നും DHA നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം അത്യാവശ്യ ഘട്ടങ്ങളിൽ റാപ്പിഡ് ടെസ്റ്റ് ഉപയോഗിക്കാൻ എമർജൻസി അതോറിറ്റിക്ക് ഫെഡറൽ ഡെവലപ്മെന്റ് അതോറിറ്റി അനുമതി നൽകിയിരുന്നു. ശരീരത്തിൽ വൈറസ് പ്രവേശിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡിയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. കോവിഡ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ PCR ടെസ്റ്റ് തന്നെ നടത്തണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അബുദാബി രാജ്യാന്തര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ മാസം 31 വരെ UAE-യിലേക്ക് എത്തുന്നവർ 14 ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയണമെന്നും നിർദ്ദേശമുണ്ട്. വിമാനത്താവളത്തിൽ നടത്തുന്ന PCR പരിശോധനയിലൂടെയാണ് കോവിഡ് നിരീക്ഷിക്കുന്നത്. 10 മിനിറ്റിനകം ഫലം ലഭിക്കും. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർക്ക് യാത്രാനുമതി നൽകുന്നില്ല. സൗദിയിൽ സർക്കാർ സ്വകാര്യ ഫാർമസികൾ അവരവരുടെ കൈവശമുള്ള മരുന്ന് ശേഖരം എത്രയും പെട്ടെന്ന് വ്യക്തമാക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. രാജ്യത്ത് കോവിഡ് വ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മരുന്ന് ശേഖരം രാജ്യത്തുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഈ നടപടിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ സർക്കാർ സ്വകാര്യ ഫാർമസികൾ തങ്ങളുടെ സ്ഥാപനങ്ങളിലുള്ള മരുന്ന് ശേഖരങ്ങളെക്കുറിച്ച് വിവരം നൽകണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. COVID-19 പടരുന്ന സാഹചര്യത്തിൽ വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ നടപടിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആവശ്യമായ മരുന്ന് ശേഖരമില്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ വേണ്ടിവരും. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റിയുടെ റസദ് എന്ന സിസ്റ്റം വഴിയാണ് സ്റ്റോക്ക് വിവരം അറിയിക്കേണ്ടതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. അതിനിടെ രാജ്യത്തെ ഭക്ഷ്യസാധനങ്ങൾ വിൽപ്പന നടത്തുന്ന 80% സ്ഥാപനങ്ങളും ഈ പേയ്മെന്റ് വ്യവസ്ഥ നടപ്പാക്കി കഴിഞ്ഞതായി സൗദി വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് വാണിജ്യ മന്ത്രാലയം ഉത്തരവ് നൽകിയതിനു ശേഷം 9,700ഓളം പരിശോധനകൾ നടത്തുകയും 1,900ഓളം നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. നിലവിലെ COVID-19 സാഹചര്യത്തിൽ കറൻസി ഇടപാടുകളും ബിനാമി ബിസിനസ്സുകളും പാടെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ഭക്ഷ്യ വിൽപ്പന സ്ഥാപനങ്ങളിൽ ഈ പേയ്മെന്റ് സംവിധാനം നടപ്പാക്കിയത്. COVID-19 പ്രതിസന്ധിയെ തുടർന്ന് ഇന്ത്യയിലേക്ക് നിർത്തിവെച്ച സർവീസുകൾ ഖത്തർ എയർവേസ് ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നു. കേരളത്തിലേക്കുള്ള സർവീസുകൾ മെയ് 26 മുതൽ പുനരാരംഭിക്കുമെന്നാണ് വിവരം. COVID-19 പ്രതിസന്ധിയെ തുടർന്ന് ഇന്ത്യയിലേക്ക് നിർത്തിവെച്ച സർവീസുകൾ ഖത്തർ എയർവേസ് ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നു. കേരളത്തിലേക്കും തിരിച്ചുമുള്ള ഖത്തർ എയർവേസ് സർവീസുകൾ മെയ് 26 മുതൽ തുടങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. മെയ് 26-ന് ദോഹയിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന വിമാന സർവീസിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഖത്തർ എയർവേസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരമാണ് മെയ് 26-ന് വൈകുന്നേരം 6:55-ന് ദോഹയിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 2:20-ന് കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നിന്നും ദോഹയിലേക്കുള്ള സർവീസ് 27 മുതൽ തുടങ്ങും. ദോഹയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മെയ് 31 മുതലുള്ള സർവീസുകൾക്കാണ് ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ദോഹയിലേക്ക് വിമാന സർവീസ് ജൂൺ 1-ന് തുടങ്ങും. ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട്ടേക്ക് ജൂൺ 2-നാണ് ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ദോഹയിലേക്ക് ജൂൺ 3 മുതൽ സർവീസ് തുടങ്ങും. ബുക്കിംഗ് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഖത്തർ എയർവേസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്.
മെയ് അവസാനത്തോടെ 52 നഗരങ്ങളിലേക്കും ജൂൺ മാസത്തോടെ 80 നഗരങ്ങളിലേക്കും വിമാന സർവീസ് പുനരാരംഭിക്കാനാണ് ശ്രമങ്ങൾ എന്ന് ഖത്തർ എയർവേസ് നേരത്തെയുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം സർവീസ് പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. റെഗുലേറ്ററി അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും സർവീസ് പുനരാരംഭിക്കുകയെന്നും ഖത്തർ എയർവേസ് അറിയിച്ചു. കോവിഡ്-19 വ്യാപരിക്കാതിരിക്കാൻ ഉള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടച്ച ഖത്തറിലെ മണി എക്സ്ചേഞ്ച് കേന്ദ്രങ്ങൾ ഇന്നു മുതൽ പ്രവർത്തിക്കാൻ അനുമതി. വാണിജ്യ ധനകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം തീരുമാനിച്ച് അറിയിപ്പ് പുറപ്പെടുവിച്ചത്. കോവിഡുമായി ബന്ധപ്പെട്ട നിയമാവലികൾ പൂർണ്ണമായും പാലിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന നിബന്ധനയുണ്ട്. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച ഇൻഡസ്ട്രിയൽ ഏരിയയിലെ 5 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഏർപ്പെടുത്തിയിരുന്ന ലോക്ക്ഡൌൺ നീക്കുന്നതിന്റെ ഭാഗമായി നിർദ്ദേശിക്കപ്പെട്ട നിബന്ധനകൾ ലംഘിച്ചതിനാണ് നടപടി. ഗാരേജുകളും മരപ്പണി ഷോപ്പുകളും ഉൾപ്പെടെ 5 സ്ഥാപനങ്ങളിലാണ് ലംഘനങ്ങൾ കണ്ടെത്തിയത്. ഈ സ്ഥാപനങ്ങൾ നിരവധി തൊഴിൽ ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതായി ഭരണവികസന തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ചില സ്ഥാപനങ്ങൾ തൊഴിൽ സ്ഥലത്ത് ജീവനക്കാർ മാസ്കുകൾ ധരിക്കുന്നു എന്നത് ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. കോവിഡ്-19 പ്രതിസന്ധി മൂലം സൗദിയിൽ കുടുങ്ങിക്കിടന്ന പ്രവാസികളെയും കൊണ്ട് ആദ്യ വിമാനം ദമാമിൽ നിന്നും കൊച്ചിയിലേക്ക് പറന്നു. ഗർഭിണികൾ, വിസ തീർന്നവർ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, മുതിർന്നവർ തുടങ്ങി 174 യാത്രക്കാരാണ് എയർ ഇന്ത്യയുടെ വിമാനത്തിലുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് മിഷൻ പ്രകാരം വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സൗദിയിലെ ദമാമിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്നുച്ചയ്ക്ക് സൗദി സമയം 12:45 കൊച്ചിയിലേക്ക് പറന്നു. എയർ ഇന്ത്യയുടെ AI-19-24 വിമാനമാണ് 174 യാത്രക്കാരെയും കൊണ്ട് കൊച്ചിയിലേക്ക് പോയത്. ഇന്ത്യൻ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്ത 60,000 പേരിൽ നിന്നും ദമാമിൽ നിന്നുള്ള ആദ്യ ബാച്ചിലെ 174 പേരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. ആരോഗ്യ പ്രശ്നമുള്ളവർ, വിസ തീർന്നവർ, ഗർഭിണികൾ, വിദ്യാർത്ഥികൾ, ഫൈനൽ എക്സിറ്റിൽ പോകുന്നവർ തുടങ്ങി 168 മുതിർന്നവരും 6 കുട്ടികളുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. രാവിലെ 9 മണിയോടെ തന്നെ എല്ലാ യാത്രക്കാരും എയർപോർട്ടിൽ എത്തിയിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ മുൻകരുതലുകളും വിമാനത്തിലും ഒരുക്കിയിരുന്നു. യാത്രക്കാരുടെ താപനില പരിശോധിക്കുകയും ആരോഗ്യ വിവരങ്ങൾ ചോദിച്ച ശേഷമാണ് ഓരോരുത്തരെയും സൗദിയിലെ ആരോഗ്യ പ്രവർത്തകർ അകത്തേക്ക് കടത്തിവിട്ടത്. കൂടാതെ നോർക്ക ഹെൽപ്പ് ലൈൻ ഡെസ്കിൻ്റെയും ലോക കേരള സഭ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ N95 മാസ്ക് അടക്കമുള്ള കിറ്റുകൾ യാത്രക്കാർക്ക് വിതരണം ചെയ്തിരുന്നു. പിറന്ന മണ്ണിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾ കാത്തിരുന്ന ദിവസമായിരുന്നു ഇന്ന്. നിറഞ്ഞ മനസ്സോടെ നാട്ടിലേക്ക് തിരിക്കുന്ന അവരെ യാത്രയയക്കാൻ ദമാമിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ജീവകാരുണ്യ മേഖലയിലെ നിരവധി പേർ എയർപോർട്ടിൽ എത്തിയിരുന്നു. സൗദിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 50,000 കടന്നു. പുതിയതായി കൊറോണ ബാധയേറ്റ് 10 പേർ കൂടി മരിച്ചു. പുതിയ 2840 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. സൗദിയിൽ കോവിഡ് ബാധിച്ച് 10 വിദേശികൾ മരിക്കുകയും 2840 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം 52,016ആയി. 28,048 പേർ ചികിത്സയിലാണ്. ഇന്ന് സുഖം പ്രാപിച്ചവർ 1,797. ഇതോടെ 23,666 പേരാണ് മൊത്തം രോഗമുക്തി നേടിയത്. 166 പേരുടെ നില ഗുരുതരമാണ്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 74% പുരുഷന്മാരും 26% സ്ത്രീകളുമാണ്. വിദേശികൾക്ക് 66%, സൗദികൾക്ക് 37% കോവിഡ് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊറോണ രോഗികളെ ചികിത്സിക്കുന്നതിന് മക്ക ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൽ ഫീൽഡ് ആശുപത്രി തുറന്നു. ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് അൽ ആബിദയിലെ സർവകലാശാല കോമ്പൗണ്ടിലാണ് ഫീൽഡ് ആശുപത്രി തുറന്നിരിക്കുന്നത്. മക്ക പ്രവിശ്യ ആരോഗ്യവകുപ്പാണ് ആശുപത്രി പ്രവർത്തിപ്പിക്കുക. യൂണിവേഴ്സിറ്റിയുടെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായാണ് ഫീൽഡ് ആശുപത്രി സജ്ജീകരിച്ചിരിക്കുന്നത്. തായിഫ് നഗരത്തിലെ സെൻട്രൽ പച്ചക്കറി മാർക്കറ്റ് നഗരസഭ, പോലീസ്, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ അടങ്ങിയ കമ്മിറ്റി മുൻകരുതൽ നടപടികളുടെ ഭാഗമായി അടപ്പിച്ചു. പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാർ അടക്കം ഏതാനും പേർക്ക് കൊറോണ ബാധ സംശയിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് മാർക്കറ്റ് അടപ്പിച്ചത്. അണുനശീകരണ ജോലികൾ പൂർത്തിയാക്കി വൈകാതെ സൂക്ക് വീണ്ടും തുറക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. പച്ചക്കറി മാർക്കറ്റ് അടച്ച പശ്ചാത്തലത്തിൽ നഗരത്തിൽ 21 ഇടങ്ങളിൽ താൽക്കാലിക പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങൾ തുറന്നു. അണുനശീകരണ ജോലികൾ പൂർത്തിയാക്കി വീണ്ടും തുറക്കുന്ന പച്ചക്കറി മാർക്കറ്റിലെ തിരക്ക് കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് താൽക്കാലിക പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങൾ തുറന്നതെന്നും നഗരസഭാ വൃത്തങ്ങൾ പറഞ്ഞു. ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ലോകമെമ്പാടും കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗണുകൾ ഇളവ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യമെമ്പാടുമുള്ള സർക്കാരുകൾ നടപ്പിൽ വരുത്തുന്ന നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നാട്ടിൽ വരുന്ന പ്രവാസികൾ സർക്കാരിൻ്റെ നിയമങ്ങൾ കൃത്യമായും പാലിക്കുക. ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ കർശനമായും പിന്തുടരുക. അടുത്ത ആഴ്ച പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.